നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട്, പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിലെ ബർക്കത്ത് കൊണ്ട് റബ്ബേ, ഭാര്യയിലെ ബർക്കത്ത് കൊണ്ട് റബ്ബേ, ഭർത്താവിലെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് എന്ന് നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നവരാണ് എൻ്റെ പ്രിയമുള്ളവരെ. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചൊരു ദിക്റുണ്ട്, ഒരു ദുആയുണ്ട്. അല്ലാഹുവേ, മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു, അവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരും വിവാഹിതരായി. പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവേ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള്. മുത്തുനബിക്ക് വല്ലാത്ത ഇഷ്ടമാണല്ലോ. തിരിച്ചും അങ്ങനെ തന്നെയാണ് തന്റെ പ്രവാചകരായ എന്റെ പിതാവായ ലോകത്തിന്റെ നായകനായ മുത്തുനബിയോട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്കും വല്ലാത്ത സ്നേഹമാ. പടച്ച റബ്ബേ, അലിയാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലേക്ക് അവിടുന്ന് പടച്ചവനെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോളെ കൊടുത്തിട്ട് അല്ലാഹുവേ, അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പടച്ച റബ്ബേ മണിയറയിലേക്ക് കടന്നു ചെല്ലുമ്പോ, ആ പരിശുദ്ധമായ മണിയറയിലേക്ക് കടന്നു ചെല്ലുമ്പോ പടച്ചവനെ അവിടുന്ന് പറയുകയാണ്, റസൂലല്ലാഹ്, മോളെ ഫാത്തിമ, ഞാൻ കടന്നു വരാതെ വാതിലടക്കല്ല ഫാത്തിമ. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി അവിടുന്ന് പറയുകയാണല്ലോ, റസൂലുള്ളാഹി അവിടെ നിന്ന് പറയുകയാ, അല്ലാഹുവേ, പടച്ച റബ്ബേ, കുടുംബ ജീവിതത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറയുന്നവരാണല്ലോ. എന്റെ ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വിവാഹം ഉറപ്പിച്ചു വെച്ചവരുണ്ടല്ലോ, വിവാഹ പ്രായത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവരുണ്ടല്ലോ. പടച്ച റബ്ബേ, പഠിക്കുന്ന മക്കളാണ്. എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ, അനുയോജ്യമായ വധുവരന്മാരെ ലഭിക്കാൻ അവിടുന്ന് ദുആ ചെയ്യണമെന്ന് പറയാറുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നിക്കാഹിന്റെ തലേ ദിവസങ്ങളിലോ അല്ലാഹുവേ, മദ്യക്കുപ്പി പൊട്ടിച്ചിട്ട് ആവേശം കൊള്ളുന്ന എത്രയോ മുസ്ലിം ചെറുപ്പക്കാരുണ്ട്, എത്രയോ ബാപ്പമാരുണ്ടെന്നറിയോ. പടച്ച റബ്ബേ, എത്രയോ ചെറുപ്പക്കാരുണ്ട്, തന്റെ കൂട്ടുകാർക്ക്, തന്റെ കൂടെ പിറപ്പുകൾക്ക്, തന്റെ വീട്ടിലുള്ളവർക്ക് മദ്യം വിളമ്പി കൊടുക്കുന്ന എത്രയോ മുസ്ലിം ചെറുപ്പക്കാരുണ്ടെന്നറിയോ. പടച്ചവനെ, അല്ലാഹുവേ, പടച്ചവനെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ തിരുസുന്നത്താണ് എന്റെ പ്രിയമുള്ളവരെ നിക്കാഹ് എന്ന് പറയുന്നത്. ആ നിക്കാഹിന്റെ വേദി പോലും അലങ്കോലമാക്കുന്ന രീതിയിൽ അല്ലാഹുവേ നിക്കാഹ് നടത്തുന്ന എത്രയോ സ്ഥലങ്ങളുണ്ടെന്നറിയോ. എത്രയോ വേദികളിൽ നിന്ന് പടച്ച റബ്ബേ, പള്ളിയിലെ ഇമാമികള്, ഉസ്താദന്മാർ ഇറങ്ങിപ്പോരേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ടെന്നറിയോ. അങ്ങനെയൊക്കെ പടച്ച റബ്ബേ നിക്കാഹിന്റെ കോലാഹലങ്ങളായിക്കൊണ്ട് നടത്തുന്ന അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തിനെ മനസ്സിലാക്കാൻ കഴിയാതെ എത്രയോ ചെറുപ്പക്കാരാണ്, കുടുംബങ്ങളാണ് പടച്ച റബ്ബേ പെരുമാറുന്നത്. എടാ, സുന്നത്തായ കർമ്മങ്ങൾ നടക്കുമ്പോ സിനിമ പാട്ടുകളും ഡാൻസുകളും വീട്ടിനകത്ത് വിളിച്ചു വരുത്തിയിട്ട്, പാർട്ടി ടീമുകളെ വിളിച്ചു വരുത്തിയിട്ട് പടച്ചവനെ അവിടെ ഹറാമ് കാട്ടുന്ന എത്രയോ കുടുംബങ്ങളാ. ഇതൊക്കെ പറയുമല്ലോ ഉസ്താദേ, ഇതൊക്കെ പുതിയ തലമുറയാണ്, ഇതൊക്കെ പുതിയ തലമുറകളാണ്, ഇതൊക്കെ പുതിയ കാലഘട്ടമാണല്ലോ, ഇതൊക്കെ വേണമല്ലോ, ഇതൊക്കെ അത്യാവശ്യമാണല്ലോ എന്ന് പറയുന്ന ചെറുപ്പക്കാരാ, നീ മനസ്സിലാക്കിക്കോ പൊന്നുമോനെ, നിന്റെ കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് തരൂലടാ. നിന്റെ പരിശുദ്ധമായ തിരുസുന്നത്തിന് വേണ്ട രൂപത്തിൽ നീ ആഘോഷങ്ങൾ കടക്കാതെ പടച്ച റബ്ബേ, നിന്റെ ആഘോഷങ്ങൾ അതിര് കടന്നാൽ
പടച്ചവനെ നിന്റെ കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് തരൂല, നിന്റെ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് തരൂല, നിന്റെ ഭാര്യയിൽ നിന്നും ബർക്കത്ത് അല്ലാഹു എടുത്തു കളയുമല്ലോ, നിന്റെ ഭർത്താവിൽ നിന്ന് അല്ലാഹു തആല ബർക്കത്തിനെ എടുത്തു കളയുകയാ. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലോ ഞങ്ങളുടെ മക്കളുടെ കുടുംബ ജീവിതത്തിലോ അല്ലാഹുവേ പടച്ചവനെ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ തിരുസുന്നത്തിനെ ആത്മാർത്ഥമായിട്ട് നടത്ത്. പള്ളിയിൽ വെച്ചിട്ട് നീ നടത്തടാ, ആ പരിശുദ്ധമായ തിരുസുന്നത്തിനെ പള്ളിയിൽ വെച്ചിട്ട് നീ നിക്കാഹ് നടത്ത്. എന്നിട്ട് ഉസ്താദിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കോ, തങ്ങന്മാരെ കൊണ്ട് നീ ദുആ ചെയ്യിപ്പിക്കോ. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് നടക്കുന്ന മുത്തഖീങ്ങളായ മുഖ്ലിസീങ്ങളായ സാലിഹീങ്ങളായ ആളുകളുടെ ചാരത്ത് പോയിട്ട് മോനെ നീ ഒന്ന് തലയിൽ കൈ വെച്ചിട്ട് ദുആ ചെയ്യിപ്പിച്ചോ. എന്നിട്ട് പറ, ഞാനൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് തങ്ങളെ, ഞാനൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് ഉസ്താദ്. എന്റെ ജീവിതത്തിൽ ഒന്ന് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം, എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടൊന്ന് ദുആ ചെയ്യണം. ആത്മാർത്ഥമായിട്ട് അവരൊന്ന് കൈവത്തിയിട്ട് പടച്ച തമ്പുരാന്റെ മുമ്പിൽ ദുആ ചെയ്യുമ്പോ നമ്മുടെ വിഷമങ്ങൾ തായിറങ്ങുമല്ലോ, നമ്മുടെ വേദനകൾ തായിറങ്ങുമല്ലോ. പടച്ചവനെ നമുക്ക് ബർക്കത്ത് അല്ലാഹു തആല ചൊരിഞ്ഞു തരുമല്ലോ. അതുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ ദുആ ചെയ്തോ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ദുആ ചെയ്തോ. പടച്ചവനെ കഴിഞ്ഞ ദിവസങ്ങളില് കുറച്ചു മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടു. പടച്ചവനെ വീഡിയോ കാണുകയാണ്. പുതിയ ആപ്പിള വരുന്ന കോലം എങ്ങനെയാണെന്നറിയോ? അല്ലാഹുവേ, പുതിയ ആപ്പിളെ പിടിച്ചിട്ട് തന്റെ കൂടെയുള്ള കൂട്ടുകാര് തൊട്ടടുത്തുള്ള പാടത്തില് ചളിയിൽ മുക്കിയിരിക്കുകയാണ്. ആ ചളിയിൽ മുങ്ങിയ ഡ്രസ്സുമായി കൊണ്ട് പടച്ചവനെ ഒരുപാട് ആളുകള് തലയിലൂടെ കോഴിമുട്ട പൊട്ടിച്ചിട്ട് പടച്ചവനെ എറിഞ്ഞിട്ടുണ്ട്. ശരീരത്തിലൂടെ ഒരുപാട് അഴുക്കുകളാണ്, ശരീരത്തിൽ അഴുക്കുകൾ നിറഞ്ഞുകൊണ്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന മണിമാരന് പോനെ, അന്നത്തെ ദിവസം പോലും നീ ഇങ്ങനെ നഷ്ടപ്പെടുത്തിയാൽ, അന്നത്തെ ദിവസം പോലും നീ ഇങ്ങനെ നഷ്ടപ്പെടുത്തിയാൽ നിന്റെ ജീവിതത്തിൽ പിന്നെ ബർക്കത്തുണ്ടടാ. നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ബർക്കത്തുണ്ടോ പൊന്നുമോനെ? അല്ലാഹുവേ, പടച്ച റബ്ബേ, ചെറുക്കനെയും പെണ്ണിനെയും മണിയറയുടെ ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ട് ആ മണിയറയുടെ ചുറ്റും നിന്ന് കൊണ്ട് പടക്കം പൊട്ടിക്കുന്ന മദ്യപിക്കുന്ന എത്രയോ ആളുകളുണ്ടെന്നറിയോ? എത്രയോ ചെറുപ്പക്കാരുണ്ടെന്നറിയോ? മോനെ, അല്ലാഹുവിന്റെ റസൂലിനെ മറക്കല്ലടാ. മുസ്ലിമിന്റെ കല്യാണമെന്ന് പറഞ്ഞിട്ട് മുസ്ലിം പേരിട്ടിട്ട് മുസ്ലിമിന്റെ പേര് വെച്ചിട്ട് ആ പരിശുദ്ധമായ തിരുസുന്നത്തിനെ നമ്മൾ ഇങ്ങനെ അവഹേളിച്ചാൽ അല്ലാഹ് നമ്മളെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകരെ തിരുസുന്നത്തിനെ ഇങ്ങനെ നമ്മൾ അവഹേളിച്ചാൽ, നമ്മളൊന്നും തന്നെ ഇല്ലാതാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല നഷ്ടം തരുമല്ലോ. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ, പടച്ച റബ്ബേ അലി റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹുവേ അലി റളിയല്ലാഹു തആല അൻഹു രണ്ട് പേരെയും ഇങ്ങനെ വിളിക്കുകയാ. എന്നിട്ടതാ റസൂൽ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു. ഫാത്തിമ ബീവിയെ തന്റെ വലത് ഭാഗത്ത് നിർത്തി അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ തന്റെ ഇടത് ഭാഗത്തേക്ക് നിർത്തുകയാണ്. എന്നിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, നിന്നോട് ഞാൻ ഇതിലെ ഖൈറിനെ ചോദിക്കുന്നു. وخير ما جبلتها وخير ما جبلتها عليه وأولك من شرها ومن شر ما جبلتها عليه. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ അവിടുന്ന് തലയിൽ കൈ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, അല്ലാഹുവേ, പടച്ച റബ്ബേ,
ഈ വിവാഹത്തില് ഈ നിക്കാഹില് എല്ലാവിധ ഖൈറും പടച്ച റബ്ബേ നീ നൽകണേ അല്ലാ. ഇതിൽ എല്ലാ ശർറുകളിൽ നിന്നും കാക്ക് അല്ലാ. ശർറുകളെ തട്ടി മാറ്റി അല്ലാ എന്ന് ദുആ ചെയ്തിട്ട് മണിയറയിലേക്ക് കയറ്റി അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ, പടച്ചോനെ ഇതിലെ ഖൈർ കൊണ്ട് അല്ലാഹ് എന്ന് ദുആ ചെയ്യാൻ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പടച്ച റബ്ബേ, ഓരോ വിവാഹ പ്രായങ്ങൾ എത്തിയ പെൺകുട്ടികളും ചെറുപ്പക്കാരും അവിടെ വിവാഹ ദിവസത്തിന്റെ അന്ന് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാൽ എൻ്റെ പ്രിയമുള്ളവരെ നെഞ്ചു തകർന്നു പോകും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെയാണ് ഇത്രയ്ക്കും മോശപ്പെട്ട രൂപത്തിൽ ആക്കി തീർക്കുന്നത് എന്ന് എൻ്റെ പ്രിയമുള്ളവരെ മനസ്സിനകത്ത് ചിന്തിച്ചു പോകും. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ.